നാച്ചുറോപ്പതി ചികിത്സയിലേക്ക് കടക്കുന്ന ഒരു പ്രമേഹ രോഗി എന്തൊക്കെ ജീവിതശൈലി മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്? ഒരുപാട് ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് അവരുടെ ഉറക്കം ശരിയാക്കണം. ഒരു 6-7 മണിക്കൂർ നിർബന്ധമായി രാത്രിയിൽ ഉറങ്ങാനുള്ള ശീലം ഉണ്ടാക്കണം. രണ്ടാമത് ടെൻഷൻ നിർബന്ധമായിട്ട് ഫ്രീ ആക്കണം. ടെൻഷൻ ഉണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും നമുക്ക് പ്രമേഹം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിലനിൽക്കുകയോ ചെയ്യും. ഒരു കാരണവശാലും കൺട്രോൾ ആകില്ല എന്ന് മനസ്സിലാക്കുക. അത് തന്നെ അലോപ്പതിയുടെ മരുന്നുകളും അതോടൊപ്പം തന്നെ ഇൻസുലിൻ എടുക്കുന്ന ആളുകളും ശരിക്ക് ടെൻഷൻ ഫ്രീ ആക്കിയിട്ടില്ലെങ്കിൽ ഷുഗർ കൂടുകയോ അതല്ലെങ്കിൽ കൺട്രോൾ ആകാതിരിക്കുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരം ആളുകൾ ശരിക്ക് ടെൻഷൻ ഫ്രീ ആക്കണം എന്നതാണ്. മൂന്നാമത് നമ്മൾ ഭക്ഷണത്തിൽ കാര്യമായ ശ്രദ്ധ വേണം. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കണം. പ്രത്യേകിച്ച് പൊറോട്ട പോലെയുള്ള സാധനങ്ങൾ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യണം. മൈദയിൽ ഉണ്ടാക്കുന്ന ബേക്കറി സാധനങ്ങൾ, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ, അതോടൊപ്പം തന്നെ പാം ഓയിൽ പോലെയുള്ള സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കണം. ഐസ്ക്രീമും കോളകളൊന്നും അവർ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. പിന്നെ പുളിയുള്ള പഴങ്ങൾ നിർബന്ധമായി നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ ജീവിതശൈലിയിൽ മൊത്തത്തിൽ ഒരു ചിട്ട വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞിട്ടില്ല. വെള്ളം ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് വേനൽക്കാലമാണെങ്കിൽ ഒരു 10-15 ഗ്ലാസ് വെള്ളവും, മഴക്കാലമാണെങ്കിൽ ഒരു 8-9 ഗ്ലാസ് വെള്ളവും നിർബന്ധമായിട്ടും പ്രമേഹ രോഗികൾ കുടിച്ചിരിക്കണം. ഈ ഒരു പ്രമേഹ രോഗിക്ക് ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രമേഹ രോഗികൾക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ന്യൂറോപ്പതി സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക തകരാറുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത് നെഫ്രോപ്പതി അഥവാ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളിലും അതോടൊപ്പം തന്നെ ലിവർ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. ന്യൂറോപ്പതി ഉണ്ടാകുന്നത് കൊണ്ട് ഒരു പക്ഷേ കാഴ്ച തകരാറുകളും സ്വാഭാവികമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റെറ്റിനോപ്പതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ തന്നെ ഏറ്റവും അപകടം പിടിച്ചൊരു സാധനമാണ് കാലിൽ മുറിവുണ്ടാകുകയും അത് ഗാംഗ്രീനിലേക്ക് മാറുകയും കാല് മുറിച്ചു മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് പ്രകൃതി ചികിത്സയിലൂടെ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും. അതായത് ഗാംഗ്രീൻ ആകാത്ത പ്രമേഹ രോഗികളുണ്ടെങ്കിൽ കാലിൽ മുറിവുണ്ടാകുകയും അത് ഉണങ്ങാവ്രണമായി മാറുകയും അത് കോംപ്ലിക്കേഷൻ ആവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പ്രകൃതി ചികിത്സയിലൂടെ വന്നു കഴിഞ്ഞാൽ എത്ര പഴകിയ മുറിവാണെങ്കിലും നമുക്ക് ഉണക്കിയെടുക്കുവാൻ സാധിക്കും. പക്ഷേ ഗാംഗ്രീൻ ആകാതിരിക്കണം എന്നുള്ളതാണ്. പൂർണ്ണമായി രക്തയോട്ടം നിലയ്ക്കുന്നൊരവസ്ഥ ഉണ്ടാകാത്ത സന്ദർഭമാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര പഴകിയതാണെങ്കിലും എത്ര പഴുത്ത് പൊട്ടിയ വ്രണമാണെങ്കിലും നമുക്ക് മുറിവ് ഉണക്കിയെടുക്കാൻ സാധിക്കും. അത് ഒരു അനുഭവം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 5-6 മാസത്തേക്ക് മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു പേഷ്യൻ്റ് നമ്മൾ കാണാൻ വന്നിരുന്നു. അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ സാധാരണ കാലൊക്കെ പഴുക്കണ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഇവരുടെ തുട പഴുത്തിട്ട് ആ തുടയിൽ നിന്ന് വ്രണം മുകളിലേക്ക് കയറി ഗുരുതരമാകുന്നൊരു സാഹചര്യത്തിലാണ് അവിടെ വരുന്നത്. അവർ ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ വിധേയമായതാണ്. പക്ഷേ മുറിവ് ഒരു കാരണവശാലും ഉണങ്ങുന്നില്ല. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 10-21 ദിവസം കഴിഞ്ഞപ്പോൾ ആ പഴുപ്പ് പൂർണ്ണമായിട്ട് മാറുകയും മുറിവ് ഉണങ്ങാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പിന്നെ 35-40 ദിവസം കഴിഞ്ഞപ്പോൾ മുറിവ് ഏറെക്കുറെ ഒരു 90% ഉണങ്ങുന്ന ഒരവസ്ഥയിലാണ് അവിടെ നിന്ന് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അയാൾ ജോലിയിലേക്ക് വീണ്ടും തിരിച്ച് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഗുരുതരമായ മുറിവുകളെ വരെ പ്രകൃതി ചികിത്സയിലൂടെ നമുക്ക് ഉണക്കിയെടുക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഗുരുതരമാകുന്നൊരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പോകാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ വിരലുകളെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. നമ്മുടെ കാലിനെയും മറ്റ് എല്ലാ അവയവങ്ങളെയും നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ നെഫ്രോപ്പതിയെയും നമുക്ക്, അഥവാ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളെയും പ്രകൃതി ചികിത്സയിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഡയാലിസിസ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ ഡയാലിസിസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കുറേ കാലം മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ ഗുരുതരമായ നെഫ്രോപ്പതിയിലേക്ക് അഥവാ കിഡ്നി തകരാറിലേക്ക് പോകാതിരിക്കുവാനും പ്രകൃതി ചികിത്സയിലൂടെ നമുക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. കാഴ്ച തകരാറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ചികിത്സയിലൂടെ കാഴ്ച തകരാറുകൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അത് ഷുഗർ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ, മരുന്നുകളില്ലാതെ ഷുഗർ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ കാഴ്ച തകരാറുകൾ ഏറെക്കുറെ പരിഹരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രമേഹ ചികിത്സ നാച്ചുറോപ്പതിയിൽ വരുമ്പോൾ ഏകദേശം എത്രത്തോളം സമയം എടുക്കുമായിരിക്കും ഒരു ചികിത്സയുടെ ഫലം കണ്ടു തുടങ്ങാൻ?
നമുക്ക് മിനിമം ഒരു 15 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത്. 5 ദിവസം കഴിയുമ്പോൾ തന്നെ കാര്യമായ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അത് എത്ര ഗുരുതരമായ കേസാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാല് പഴുത്തിട്ട് മുറിവ് ഉണങ്ങാത്ത കേസുകളാണെങ്കിലും 5 ദിവസം കഴിയുമ്പോൾ നമുക്ക് വ്യത്യാസം അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഗുരുതരമായ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകളിലും, അതോടൊപ്പം തന്നെ ന്യൂറോപ്പതി ഉള്ള ആളുകളിലും, അതോടൊപ്പം തന്നെ റെറ്റിനോപ്പതി അഥവാ കാഴ്ച തകരാറുള്ള ആളുകളിലൊക്കെ ഒരു 5 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. അത് ഏത് ചികിത്സയ്ക്കും പ്രകൃതി ചികിത്സ ഒരു 5 ദിവസം കഴിയുമ്പോൾ തന്നെ ഗുരുതരമായ ഒരു അവസ്ഥയിൽ നിന്ന് കാര്യമായൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മിനിമം ഒരു 15 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ അത്യാവശ്യം ഒരു കൺട്രോളിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. പക്ഷേ 3 മാസം മുതൽ 6 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഒരു പരിധി വരെ അത് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിൽ ഗുരുതരമായ രോഗികളിൽ നമുക്ക് ഇംഗ്ലീഷ് മരുന്നുകൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. പിന്നെ സ്റ്റെപ്പായിട്ട് നമുക്ക് അത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് മടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ചികിത്സ വളരെ നല്ലൊരു ഓപ്ഷനാണ്. രണ്ടാമത് എന്ന് പറയുന്നത് പഥ്യം എന്ന് പറയുന്നൊരു അവസ്ഥ നമ്മുടെ നാച്ചുറോപ്പതിയിലില്ല. ഇറച്ചി മീനുമൊക്കെ കഴിക്കുന്ന ഒരു രീതി അവലംബിക്കുന്നത് കൊണ്ട് പഥ്യം എന്ന് പറയുന്ന ഒരു രീതിയില്ല. ഭക്ഷണം കൺട്രോൾ ചെയ്യുക, ഡയറ്റ് നോക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ പഥ്യം എന്ന് പറയുമ്പോഴാണല്ലോ ഇറച്ചി മീനും കഴിച്ചുകൂടാന്ന് പറയുന്നത്. ഇറച്ചി മീനും കഴിക്കുന്ന ഒരു രീതി അവലംബിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും നാച്ചുറോപ്പതി അതൊരു മടുപ്പ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാറില്ല. നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സാറേ, ഡീറ്റോക്സിഫിക്കേഷന്റെ പങ്ക് എന്താണ്? അതായത് പ്രമേഹ രോഗികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. പ്രമേഹം ഇൻസുലിൻ ശരിയായ രീതിയിൽ പ്രൊഡക്ഷൻ നടക്കാതിരിക്കുമ്പോൾ തന്നെ ശരീരത്തിലെ ചില അവയവങ്ങൾ പണിമുടക്കി തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ടോക്സിൻസ് രൂപപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. വിഷമാലിന്യങ്ങളും അഴുക്കുകളും വിഷവസ്തുക്കളൊക്കെ അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. ഇത് പ്രകൃതി ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലീനിങ് പ്രോസസ്സാണല്ലോ, ഒരു മൊത്തത്തിലുള്ളൊരു വാഷ് ഔട്ടാണല്ലോ. അങ്ങനെ മൊത്തത്തിലൊന്ന് വാഷ് ഔട്ട് ചെയ്ത് ക്ലീനിങ് ചെയ്യുന്നതോടുകൂടി ശരീരം ഒരു പുതിയൊരു ഉണർവായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് ശരിക്ക് പ്രകൃതി ചികിത്സയിലൂടെ കിട്ടുന്ന ഒന്നാമത്തെ മെച്ചം എന്ന് പറയുന്നത്. ഒരു 10-15 ദിവസം കൊണ്ട് ശരിക്കും ഈ പ്രക്രിയയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇൻസുലിൻ 99 പോയിൻ്റ് ഇൻസുലിൻ എടുത്ത ഒരു മത്തായി എന്ന് പറഞ്ഞ ഒരു അലോപ്പതി ഡോക്ടറിൻ്റെ ഭാര്യ പൂർണ്ണമായും ഇൻസുലിൻ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് ശരിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രമേഹ രോഗവും ന്യൂറോപ്പതിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ന്യൂറോപ്പതി ഒരു പ്രമേഹ രോഗികൾ നിർബന്ധമായി ഒരു ഘട്ടം കഴിയുമ്പോൾ ന്യൂറോപ്പതിയിലേക്ക് മാറാറുണ്ട് എന്നുള്ളതാണ്. ന്യൂറോപ്പതി നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ്. കാലെടുത്ത് താഴെ വെച്ചാൽ അറിയാത്ത വണ്ണം മരവിച്ചു പോകുന്നൊരവസ്ഥ സ്വാഭാവികമായിട്ടുണ്ടാവും. എല്ലാ നാഡീ ഞരമ്പുകളും വളരെ മോശമാകുന്ന ഒരവസ്ഥയും സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. അത്തരം ആളുകളെ ശരിക്കും പ്രകൃതി ചികിത്സയിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവരെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന പല കേസുകളും, ഒരു കേസ് എന്നുള്ളതല്ല, പല കേസുകളും കാല് താഴെ വെച്ച് കഴിഞ്ഞാൽ, തറയിൽ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്തൊരു സ്റ്റേജുണ്ട്. അത് ഒരാഴ്ച 10 ദിവസമൊക്കെ കഴിയുമ്പോൾ അവർ പറഞ്ഞു തുടങ്ങും ശരിക്കും ഇപ്പോൾ കാല് തറയിൽ വെച്ചാൽ അറിയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാല് ഈ ന്യൂറോപ്പതി ബാധിച്ച് ഇംബാലൻസിങ്ങിലേക്ക് പോകും. അതായത് കാല് തറയിൽ വെച്ചാൽ അറിയില്ല, അപ്പോൾ കാല് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അവരുടെ നിയന്ത്രണത്തിലല്ലാത്തൊരു കേസ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഒരു 10-12 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഇംബാലൻസിങ് ഒക്കെ മാറി ബാലൻസിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത്ഭുതങ്ങൾ ശരിക്കും നമുക്കൊരു അത്ഭുതങ്ങളായിട്ട് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ആളുകൾക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രമേഹ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർക്ക് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഇത്. നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായി കാണാം. നമസ്കാരം.